ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37 അധ്യായം 15 മുതൽ 19 വരെ. യെഹെസ്കേൽ 37 15 മുതൽ 19 വരെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദായിക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്കാം. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രയീമിൻ്റെ കോലായ യോസെഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്ന് എഴുതി വയ്ക്കാം. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക. അവ നിന്റെ കയ്യിൽ ഒന്നായിത്തീരും. ഇതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കുകയില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എഫ്രയീമിൻ്റെ കയ്യിലുള്ള യോസെഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദായുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് യെഹെസ്കേൽ പ്രവാചകൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആശ നശിച്ചുപോയ, പ്രതീക്ഷ അസ്തമിച്ചുപോയ അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന ദർശനം യെഹെസ്കേൽ പ്രവാചകൻ കാണുകയും അതിനെ തുടർന്ന് പല വിഭാഗങ്ങളായതിനെ ഒന്നാക്കി ചേർക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഇവിടെ കാണുന്നു. ശവക്കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം പിന്നീട് ചെയ്യുന്ന വലിയ പ്രവൃത്തിയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫ്രയീമിൻ്റെ കോലും യഹൂദായുടെ കോലും ഒരിക്കൽ ഒന്നായിരുന്നതാണ്. ഇത് ഉണർവിൻ്റെ 4ാമത്തെ പടി എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് പറയുന്ന ദൈവിക പ്രവൃത്തിയാണ്. ഒരിക്കൽ ഒന്നായിരുന്നതും ഒടിഞ്ഞു മാറിയതുമായ കഷ്ണങ്ങളെ ദൈവം തൻ്റെ കരത്തിലെടുത്ത് ഒന്നാക്കും. എടുത്ത് അവരെ അവനോട് എന്ന പദങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. വേറൊരു കോലിനോടോ ഇഷ്ടമുള്ളതിനോടോ ചേർക്കുകയല്ല ചെയ്യുന്നത്. ആത്മീക ഉണർവ് എവിടെ നിന്ന് ഒടിയുകയോ തെന്നുകയോ തകരുകയോ ചെയ്തോ അവിടവുമായി ചേർക്കുന്നതാണ്. മാറിപ്പോയ 2 ഗോത്രങ്ങളെ മറ്റേ 10 ഗോത്രങ്ങളോട് കൂട്ടിച്ചേർക്കുന്ന അനുഭവം ദൈവത്തിൻ്റെ ആത്മാവിനാലേ നടക്കുകയുള്ളൂ. ഒടിവ് വന്നതായ സ്ഥാനങ്ങളിലെല്ലാം ഒന്നായിത്തീരുന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് ആത്മീക ഉണർവ് ആരംഭിക്കുന്നത്. ഏതെങ്കിലും സഹോദര ബന്ധം തന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കൂട്ടത്തോട് തെന്നി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിന് അവരോട് നിന്നെ ഒട്ടിച്ച് ചേർക്കാൻ സാധിക്കും. തമ്മിൽ തമ്മിൽ ഇഴുകിച്ചേരുന്നതാണ് ആത്മീക ഉണർവ്. നമ്മുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ സംഘടനയിലോ പ്രവർത്തന മേഖലയിലോ ഒരുമിച്ചിരുന്നവർ ഇന്ന് ഒടിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് അവരെ ഒന്നിപ്പിക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ചയുണ്ടെങ്കിൽ അവരെ മാതാപിതാക്കളുമായി ഒന്നിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. ദൈവകൃപയുടെ കൊടിക്കീഴിൽ ദൈവാത്മാവിനാൽ നിയന്ത്രണപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിക്കും. വളരെ നാളുകളായി നിലനിൽക്കുന്ന കയ്പിൻ്റെ അനുഭവമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് അതിനെ മാറ്റാൻ കഴിയും. സഹോദരന്മാർ വന്ന് തൻ്റെ മുൻപിൽ നിന്നപ്പോൾ പണ്ടത്തെ കയ്പായ അനുഭവം യോസെഫിൻ്റെ ഓർമ്മയിലുണ്ട്. തന്നെ ഒറ്റിക്കൊടുക്കുകയും പൊട്ടക്കിണറ്റിലിടുകയും ചെയ്ത സഹോദരന്മാരെങ്കിലും യോസെഫ് പറഞ്ഞത്,
എൻ്റെ സകല കഷ്ടതയും കയ്പും ദൈവം എന്നെ മറക്കുമാറാക്കി. പ്രാർത്ഥിച്ചത് കൊണ്ടോ പാടി കൊട്ടിയത് കൊണ്ടോ ഒന്നും ഉണർവ് വരില്ല. ഒടിഞ്ഞുപോയത് ഒന്നായി തീർന്നെങ്കിലേ ദൈവകൃപ വ്യാപരിച്ച് ആത്മീയ ഉണർവ് ഉണ്ടാകുകയുള്ളൂ. ഇഴുകിച്ചേരുന്നതായ അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ കൈക്കീഴിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. തത്വജ്ഞാനത്തിനോ ലോകപ്രമാണികൾക്കോ ഈ അനുഭവം നൽകാൻ കഴിയില്ല. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചങ്കുപൊട്ടി മരിച്ച് ജയം നൽകിയ കർത്താവിന് മാത്രമേ ഈ ഒരു ഐക്യത്തിൻ്റെ ഒന്നാകലിൻ്റെ ഉണർവിൻ്റെ അനുഭവം നൽകാൻ സാധിക്കൂ. ശവക്കുഴികളെ തുറന്ന് അകത്തുള്ളതിനെ പുറത്തു കൊണ്ടുവന്നെങ്കിലേ ഒടിഞ്ഞുപോയത് ഉരുകിച്ചേരുകയുള്ളൂ. ക്ഷമിക്കാനും കയ്പുകളെ തീർക്കുവാനും നമ്മെ സഹായിക്കുന്ന ദൈവസന്നിധിയിൽ നാം കീഴ്പ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉണർവ് അവിടെ ആരംഭിച്ച് നമ്മിൽ കൂടി കുടുംബത്തിലേക്കും നമ്മുടെ സഭകളിലേക്കും അത് വ്യാപരിക്കും. നമ്മെ ദൈവം സന്ദർശിച്ച് കോലുകൾ ഒന്നായി തീരുന്ന അനുഭവം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കണം. 37-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഒന്നായി ചേരുമെന്ന് മാത്രമല്ല, അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ്. 23-ാമത്തെ വാക്യത്തിൽ ഉണർവിൻ്റെ വേറൊരു അനുഭവമുണ്ട്. അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതയാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. അവർ പാപം ചെയ്തവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. ഉണർവിൻ്റെ വലിയ തെളിവാണ് ശുദ്ധീകരിച്ച് വിശുദ്ധമാക്കുന്ന അനുഭവം. ദൈവത്തിൻ്റെ ജനം വിശുദ്ധിയിലേക്ക് മടങ്ങി വരികയാണ് ആവശ്യം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി വന്നെങ്കിലും ഇടയ്ക്ക് മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുവാനുള്ള അവസരമാണിത്. ശുദ്ധീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 36-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശങ്ങളിലേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. കർത്താവിനെ പോലെ നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന വേറൊരു വ്യക്തിയില്ല. ഈ ആത്മാവിൻ്റെ മുൻപിൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ അതിനായി വേറൊരു സ്ഥലം ലഭ്യമല്ല. കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുകയും നിർമ്മല ജലം നമ്മുടെ മേൽ തളിക്കുകയും ചെയ്യട്ടെ. അതുമാത്രമല്ല, സകല വിഗ്രഹങ്ങളെയും നമ്മിൽ നിന്ന് നീക്കുകയും ചെയ്യട്ടെ. നമ്മെക്കൊണ്ട് അത് മാറ്റാൻ ശക്തിയില്ല. ദൈവശക്തിക്ക് ഇവയിൽ നിന്ന് നമ്മെ മാറ്റാൻ കഴിയും. നമ്മെ ശുദ്ധീകരിക്കുന്നവനായ കർത്താവ് ഒരു പുതിയ ഹൃദയം നമുക്ക് തരും. പുതിയ ഒരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കുമെന്നാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ വായിച്ച വേദഭാഗങ്ങളോട് ചേർന്ന് നമുക്കും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 36-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കി. 37-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമുക്ക് ഈ ആശയം കാണാം. അവർ എൻ്റെ വിധികളിൽ നിന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ചനുഷ്ഠിക്കും. ദൈവം നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ അവൻ്റെ വഴികളിൽ നടക്കുന്നത് നമുക്ക് പ്രമോദമായി തീരും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്മയുടെയും സാധ്യതകളുടെയും പുതിയ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കരുണയും കൃപയും ഞങ്ങളോട് കൂടെ ഇരുന്ന വഴി നടത്തണമേ. അവിടുത്തെ ആലോചന ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. തകർന്ന ബന്ധങ്ങളെ ഒട്ടിച്ച് ചേർക്കുവാൻ ഞങ്ങളുടെ ഉള്ളിൽ പുതിയ ആത്മാവിൻ്റെ ശക്തി നൽകുകയും ചെയ്യണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഉണർവിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയ ഒരു വർഷം കൂടി ആയുസ്സിനോട് പ്രിയപ്പെട്ടവർക്ക് കൂട്ടിച്ചേർക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും ഐക്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.